വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 36 വർഷത്തിന് ശേഷം ആ പുസ്തകം നമ്മുടെ രാജ്യത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. സൽമാൻ റുഷ്ദി എന്ന് പറയുന്ന ആ നോവലിസ്റ്റിന്റെ സാത്താനിക് വേഴ്സ് എന്ന് പറയുന്ന ഒരു വിവാദ നോവലാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. നമ്മുടെ രാജ്യ തലസ്ഥാനത്തെ ബുഹ്റിസൻസ് ബുക്ക് സെല്ലേഴ്സ് ആണ് ഇത് വിൽക്കുന്നത്. പോരാത്തതിന് ഈ നോവലിന് 1900 രൂപയാണ് വില. ചൂടപ്പം പോലെ ഈ നോവൽ ഇപ്പോൾ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് വിറ്റുപോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിൽ എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് ഞാൻ പറഞ്ഞു തന്നു. കാരണം ഈ നോവൽ ലോകമെമ്പാടുമുള്ള പ്രതിസന്ധിക്ക് ഒരു സമയത്ത് കാരണമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിന് നമ്മൾ ഈ നോവലിന്റെ ചരിത്രം അറിയണം. 36 വർഷം നമ്മൾ പിറകിലേക്ക് പോകണം. രാജീവ് ഗാന്ധി ഒരുപക്ഷെ ഈ നോവൽ നമ്മുടെ നാട്ടിൽ എന്തിന് നിരോധിച്ചു എന്നറിയണം. ആരാണ് സൽമാൻ റുഷ്ദി എന്നറിയണം. നമുക്ക് വിശദമായതൊന്ന് പരിശോധിക്കാം. ഈ സൽമാൻ റുഷ്ദി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം പല നാടുകളിലേക്ക്, UK യിലേക്കും US ലേക്കും അദ്ദേഹം മൈഗ്രേറ്റ് ചെയ്തു പോയി. അതിനും പല കാരണങ്ങളുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. റുഷ്ദി ഒരു ലിബറൽ മുസ്ലിം ഫാമിലിയിലാണ് ജനിച്ചത്. അതായത് വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ച റുഷ്ദി ഒരു എത്തീസ്റ്റ് ആണ് താൻ എന്നാണ് സ്വയം അവകാശപ്പെട്ടിരുന്നത്. അതായത് തനിക്ക് വിശ്വാസമൊന്നുമില്ല, താൻ ഒന്നിലും വിശ്വസിക്കുന്നില്ല. അത് മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ബൗദ്ധമതമായിക്കോട്ടെ, ജൈനിസം ആയിക്കോട്ടെ, ഒന്നിലും താൻ വിശ്വസിക്കുന്നില്ല. താൻ മനുഷ്യ ജാതിയിലാണ് വിശ്വസിക്കുന്നത് എന്നാണ് റുഷ്ദി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. 1988 സെപ്റ്റംബറിൽ വൈക്കിൻ പെൻഗ്വിൻ പബ്ലിഷിംഗ് എന്ന് പറയുന്ന ഒരു പബ്ലിഷിംഗ് അദ്ദേഹത്തിന്റെ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചു. ആ നോവലാണ് ഈ സാത്താനിക് വേഴ്സ് എന്ന് പറയുന്ന ഈ നോവൽ. ഈ നോവൽ ഇറങ്ങിക്കഴിഞ്ഞു പിന്നെ ലോകം കത്തിപ്പടഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിന്റെ കാരണം എന്താണെന്നല്ലേ? യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്തിൽ വലിയ വെല്ലുവിളിയും വിവാദവുമായി ഈ നോവൽ മാറി. ഇസ്ലാമിനെതിരെ ഈ നോവൽ പറയുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഈ നോവലിനെതിരെ ഇസ്ലാമിക മതമൗലികവാദികൾ ലോകത്ത് നാനാഭാഗത്ത് നാനാ രാജ്യങ്ങളിൽ തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാനായി സാധിച്ചത്. എന്താണ് ഈ നോവലിനകത്ത് ഇസ്ലാമിനെതിരെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, മെക്കയിൽ ആരാധിച്ചിരുന്ന 3 പുറം ജാതിക്കാരായിട്ടുള്ള ദൈവങ്ങളെക്കുറിച്ച് പുസ്തകത്തിൽ മുഹമ്മദ് പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവരെ ചൊടിപ്പിച്ച ആദ്യത്തെ കാര്യം. മുഹമ്മദിനെ ഉദ്ധരിച്ച് ഇദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, പിൽക്കാലത്ത് മുഹമ്മദ് തന്നെ പറഞ്ഞു സാത്താനാണ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് എന്ന് മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും ഈ നോവലിൽ ഇദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഈ വരികളാണ് അല്ലെങ്കിൽ ഈ ഭാഗമാണ് ഇസ്ലാം സമുദായത്തെ അതിഭീകരമായി ചൊടിപ്പിച്ചത്. ഇതേ തുടർന്ന് 20 രാജ്യങ്ങളിൽ പുസ്തകം നിരോധിച്ചു. ഇന്ത്യ, ഇറാൻ, ബംഗ്ലാദേശ്, സുഡാൻ, സൗത്ത് ആഫ്രിക്ക, ശ്രീലങ്ക, തായ്ലാന്റ്, കെനിയ, തൻസാനിയ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, പാകിസ്ഥാൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഈ നോവൽ പ്രധാനമായും നിരോധിച്ചത്. കാരണം വലിയ പ്രതിഷേധം ഉയർന്നു. അവിടം കൊണ്ടും തീർന്നില്ല. നമുക്കറിയാം ഇറാന്റെ മത നേതാവ്, പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള ഖമനേയി, ഈ ഖമനേയി ആ സമയത്ത് ഈ സൽമാൻ റുഷ്ദിയെ വധിക്കണം, കാരണം ഇയാൾ ഇസ്ലാമിനെ അപമാനിച്ചു, അതുകൊണ്ട് ഇയാളെ കഴുത്തറുത്ത് കൊല്ലണം എന്ന് പറഞ്ഞ് ഒരു ഫത്വ പുറത്തിറക്കുന്നു. പോരാത്തതിന് ഇയാളെ കഴുത്തറുത്ത് കൊന്ന ശേഷം എൻ്റെ അടുത്ത് വരുന്ന ആൾക്ക് ഞാൻ പാരിതോഷികവും നൽകും എന്ന് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ഈ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള ഖമനേയി ഫത്വ ഇറക്കുന്നു. ഇന്നാണ് ഖമനേയിയൊക്കെ വലിയൊരു കോമഡി പീസായി മാറിയിരിക്കുന്നത്. പണ്ടൊക്കെ ഈ ഖമനേയി എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഡിജിറ്റൽ യുഗമായതോടുകൂടി ഖമനേയിയൊക്കെ നമുക്ക് വെറും ഒറ്റക്കയ്യനായ കടൽ കിഴവനായി മാറിക്കഴിഞ്ഞു. എന്തായാലും 1989 ഫെബ്രുവരി 14 ഇയാളെ വധിക്കണം, അല്ലെങ്കിൽ ഇയാളെ വധിക്കാനായി ഞാൻ ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ടെഹ്റാനിലെ റേഡിയോയിൽ അന്ന് ഖമനേയി വന്ന് ആഹ്വാനം ചെയ്തിട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. കൊല്ലുന്നവന് പാരിതോഷികം കൊടുക്കും. അങ്ങനെ ഈ സൽമാൻ റുഷ്ദിയുടെ സുരക്ഷ അത് അതിഭീകരമായി കൂട്ടി. പോലീസ് വൻ സംരക്ഷണം ഒരുക്കി. ഇന്ത്യയിൽ നിന്നും പറന്ന് അദ്ദേഹം യുണൈറ്റഡ് കിങ്ഡത്തിലേക്ക് പോയി, അത് UK യിലേക്ക് പോയി. അങ്ങനെ UK യിലേക്ക് അദ്ദേഹം പോയതിന്റെ പശ്ചാത്തലത്തിൽ 1989 മാർച്ച് 7 ഈ റുഷ്ദി വിവാദത്തിന്റെ പേരിൽ UK യും അതായത് യുണൈറ്റഡ് കിങ്ഡവും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ രീതിയിലുള്ള വിള്ളൽ വന്നു. ഒരുപക്ഷെ അത് അവസാനിപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. വലിയ വാർത്തയായിരുന്നു ആ സമയത്തത്. പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണവും ഫത്വയും ലോകമെമ്പാടും ആക്രമണത്തിന് കാരണമായി. അതായത് ഈ ഫത്വ ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനത ഏറ്റെടുത്തു, ഇസ്ലാമിക മതമൗലികവാദികൾ ഏറ്റെടുത്തു. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പല രാജ്യങ്ങളിൽ അങ്ങിങ്ങായി നടന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ പൊതു റാലികൾ സംഘടിപ്പിച്ചു. ഈ റാലികൾ അക്രമാസക്തമായി. ഈ പുസ്തകം ഇരിക്കുന്ന ആ ഷോപ്പുകളിൽ ഇവർ ഇരച്ചു കയറി. ആ ഷോപ്പുകളിലുള്ള ഷോപ്പ് ഉടമകളെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. കയ്യിൽ പുസ്തകം വച്ചിരിക്കുന്ന ആൾക്കാരെ ഇവർ കൊന്നുകളഞ്ഞു. അങ്ങനെ
ലോകമെമ്പാടും ഒരു കൂട്ടക്കൊല ആ സമയത്ത് വേണമെങ്കിൽ നടന്നു എന്ന് നമുക്ക് പറയാം. അത്ര ഭീകരമായിരുന്നു ഈ പുസ്തകത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്തായാലും ഫത്വ ഉയർന്നു വന്ന ശേഷം വിവിധ രാജ്യങ്ങളിലെ കലാപങ്ങളിൽ നിരവധി ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. ഇനി 1998 സെപ്റ്റംബർ 24 ഇറാൻ നിക്കക്കള്ളിയില്ലാതെ UK-യുമായി വീണ്ടും തിരിച്ച് നയതന്ത്രത്തിൽ ഏർപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. എന്നിട്ട് ഇറാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൽമാൻ റുഷ്ദിയെ വധിക്കണം എന്നുള്ള ആ തീരുമാനത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ്. അങ്ങനെയുള്ള യാതൊരുവിധ നടപടികളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. അങ്ങനെയുള്ള നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഞങ്ങളുമല്ല, അങ്ങനെയുള്ള യാതൊരു പ്രതിസന്ധിയും നിങ്ങൾക്കുണ്ടാകില്ല എന്ന് UK-യോട് പറഞ്ഞു. വീണ്ടും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചെങ്കിലും 2005 വീണ്ടും ഈ ഫത്വ സ്ഥിരീകരിച്ചുകൊണ്ട്, അതായത് ഇപ്പോഴും ഞങ്ങൾ സൽമാൻ റുഷ്ദിയെ കൊലപ്പെടുത്താനായി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഈ ഫത്വ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ലോകത്തെ ലിറ്ററേച്ചർ, അതായത് ലോകത്തെ സാഹിത്യകാരന്മാർ മുഴുവൻ സംഘടിച്ചു. റുഷ്ദിക്ക് വലിയ രീതിയിലുള്ള പിന്തുണ അവർ നൽകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പല പല ആൾക്കാരും വന്ന് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സാഹിത്യകാരന്മാർ തന്നെ, ലിബറൽ ആയിട്ടുള്ള സാഹിത്യകാരന്മാർ തന്നെ റുഷ്ദിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി. എന്നാൽ ഇതൊന്നും തന്നെ ഈ മതമൗലികവാദികളുടെ രോഷത്തിന് യാതൊരുവിധ കുറവും വരുത്തിയില്ല. അദ്ദേഹത്തെ കൊല്ലാനായി ലിറ്ററേച്ചർ ബോംബ്, അതായത് ലെറ്ററിലടക്കം ബോംബ് വെച്ച്, ഒരു കൃതിക്കകത്ത് ബോംബ് വെച്ച് കൊടുത്തയക്കുന്ന ഒരു കാഴ്ച പിന്നീട് ഉണ്ടായിരുന്നു. അതും ചീറ്റിപ്പോയി. അങ്ങനെ കൊല്ലാനായി പല തരത്തിലുള്ള നീക്കങ്ങൾ നടന്നു. അതെല്ലാം ചീറ്റിപ്പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ഫെബ്രുവരി 14 അദ്ദേഹത്തിന് ഇറാനിൽ നിന്നും നിരന്തരം വധഭീഷണികൾ വരുമായിരുന്നു എന്നും റുഷ്ദി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ പുസ്തകത്തിന്റെ പിന്നിലുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഈ സമാനമായിട്ടുള്ള പുസ്തകമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും വന്നിരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നു കഴിഞ്ഞു. ഒരു വമ്പൻ വാർത്ത തന്നെയാണ് ആ പുസ്തകം നമ്മുടെ രാജ്യത്ത് വിൽക്കുന്നു എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും അതിഭീകരമായി അലയടിക്കുന്ന നമ്മുടെ നാട്ടിൽ നരേന്ദ്രമോദി സർക്കാർ അതിനെല്ലാം വിലങ്ങുതടിയായി ലിറ്ററേച്ചർ, അതായത് സാഹിത്യകാരന്മാരെ എല്ലാം കൊന്നൊടുക്കുകയാണ്, ഇവർക്കെല്ലാം ഇവരുടെ നാക്കിനും ഇവരുടെ കൈക്കുമെല്ലാം ചങ്ങലയിടുകയാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ അടക്കം ഇത് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിലൊരു ലിറ്ററേച്ചർ, ലോകമെമ്പാടും എതിർക്കപ്പെടുന്ന ഒരു ലിറ്ററേച്ചർ നമ്മുടെ രാജ്യം അവർ പ്രസിദ്ധീകരിച്ച് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വളരെയധികം ഭൂഷണമാണ്, അതിൻ്റെ മഹത്വം വിളിച്ചോതുന്നതാണ് എന്നുള്ളതിൽ തർക്കമില്ല. അതായത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ നിലപാട് കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരടക്കം കയ്യടികളോടുകൂടി സ്വീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.